അതുകൊണ്ട് അകത്തുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ പരിണതഫലമാണ്. എന്ത് കാരണത്തിൻ്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തത്? എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്? കേരളത്തിന്റെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് അവരിറങ്ങിപ്പോയത്. UDF പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് വർക്കലയിൽ ആവേശോജ്വലമായ സ്വീകരണം. കേരളത്തിലെ ജനങ്ങളുടെ മേൽ 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയാണ് പിണറായി സർക്കാർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതെന്ന സ്വീകരണ യോഗത്തിൽ VD സതീശൻ ആരോപിച്ചു. അടുത്ത മാസം കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കൂട്ടരും അധികാരത്തോട് സലാം പറയും, സംശയമൊന്നും വേണ്ട. പക്ഷെ അപ്പോൾ കേരളത്തിന്റെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് അവരിറങ്ങിപ്പോകുന്നത്. കടത്തിന്റെ കാണോ കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് അവർ പോകുന്നത്. നേതാക്കളുടെ വൻ നിരയായിരുന്നു സ്വീകരണ യോഗത്തിൽ ഉണ്ടായത്. വർക്കല കഹാർ MLA യുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രമുഖ UDF നേതാക്കളാണ് പങ്കുചേർന്നത്. അടൂർ പ്രകാശ് MP, NK പ്രേമചന്ദ്രൻ MP, മുസ്ലിം ലീഗ് ജില്ലാ നേതാവ് ഫൈസൽ ബാബു, PM ബഷീർ, വർക്കല മണ്ഡലം പ്രസിഡന്റ് സജി വേളിക്കാട്, UDF ചെയർമാൻ B ധനപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. കേസുകളിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തി പുറത്തിറക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത്. പുറത്തുള്ള പാർട്ടി നേതാക്കളെ സംരക്ഷിക്കാനുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല കേസിൽ നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടതായും VD സതീശൻ കൂട്ടിച്ചേർത്തു. ആ കേസ് പ്രതികൾ മുഴുവൻ CPM-മായി ബന്ധപ്പെട്ടവരാണ്. ഇനി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരിലേക്ക് പോയില്ലല്ലോ, പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരിലേക്ക് ആ കേസ് പോയില്ലല്ലോ. അവരെയെല്ലാം രക്ഷിക്കാൻ ഇപ്പോൾ ഉള്ളവരെ രക്ഷിച്ചാലേ പറ്റുള്ളില്ലെങ്കിൽ അവർ പുറത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവർ കൂടി പ്രതികളാവും. അതുകൊണ്ട് അകത്തുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ പരിണതഫലമാണ്. തീർച്ചയായിട്ടും, കാരണം കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ 90 ദിവസത്തിനുള്ളിൽ അവർക്കൊരു പ്രാഥമിക കുറ്റപത്രം കൊടുക്കാമായിരുന്നു. മുഴുവൻ കുറ്റപത്രം വേണ്ട, 90 ദിവസത്തിനുള്ളിൽ ഒരു പ്രാഥമിക കുറ്റപത്രം കൊടുത്തു. അതിൻ്റെ ഇടയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ആ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് പോലും പറഞ്ഞു. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിൻ്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തത്, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് എന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത SITക്കുണ്ടെന്ന് ഞാൻ ജനുവരി 11 തന്നെ പറഞ്ഞതാണ്. ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് തെളിവിൻ്റെ കണിക പോലും അദ്ദേഹത്തിനെതിരെ ഇല്ല എന്ന് കോടതി പറയുകയാണ്. ഇനി SITക്ക് പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടാകും. അല്ലല്ല, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് SITയുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ഉറപ്പായിട്ടും. കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയും ഭരണപരാജയങ്ങളും തുറന്നു കാട്ടിക്കൊണ്ട് മുന്നേറുന്ന പുതുയുഗ യാത്രയ്ക്ക് വർക്കല മണ്ഡലത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. വിസ്മയ ന്യൂസ്, വർക്കല.